സൂസൻ മ്യൂസിയത്തിൻ്റെ പുതിയ മൂന്നാമത്തെ വീഡിയോയിലേക്ക് അവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 2 വർഷമായി ഞാൻ രാത്രി ഒരു 11 മണിയായി ഞാൻ കിടക്കാൻ ചെന്ന് കിടന്നിട്ട് എനിക്ക് ഉറക്കം വരത്തില്ല. 12 മണിയായി, 1 മണിയായി. എനിക്കത് സ്വഭാവമുണ്ടല്ലോ, അങ്ങോട്ട് ഈ ഉറക്കം വന്നില്ലെങ്കിൽ കുറച്ച് ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെ കിടന്ന് അതിന് ഉറക്കം വരത്തില്ല. ഇടയ്ക്കൊന്ന് കർത്താവ് പറഞ്ഞ കർത്താവ് പാട്ട് തരുന്ന ഇങ്ങനെ പറയുന്നുമുണ്ട്. പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, മൊബൈലെടുത്ത് പാട്ട് കേൾക്കുന്നുള്ളൂ. ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. അതിനൊന്നും ഞാൻ വഴിപ്പെടുന്നില്ല. ഞാനിങ്ങനെ കർത്താവ് പാട്ട് തരട്ടെ എന്നുള്ള ഒരു ചിന്തയിൽ ഞാനിങ്ങനെ സമയം അങ്ങനെ പോക്കി. അങ്ങനെയായി രാത്രി 1 മണിയായപ്പോൾ സാക്ഷാൽ ജീവൻ്റെ അപ്പമായ സ്വർഗത്തിൽ നിന്നിറങ്ങി എനിക്കൊരു പാട്ട് തന്നു. അതിനൊരു അത്ര മുമ്പേ പറഞ്ഞതുപോലെ ഓവർ വെലിമിങ്, അതുമാണ് ഭയങ്കര പവർഫുള്ളായി കത്രുമേശയ്ക്കൊക്കെ പാടാൻ പറ്റുന്ന, തിരുവത്താഴ് ശുശ്രൂഷയ്ക്ക് പാടാൻ പറ്റുന്ന ഒരു പാട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും ശക്തമായ പാട്ടാണ് ഈ തിരുവത്താഴ് ശുശ്രൂഷയ്ക്ക് പറ്റുന്ന പാട്ട്. ആ 1 മണിയായപ്പം ജീവൻ്റെ അപ്പമായ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് എനിക്ക് തന്ന പാട്ടാണ് അപ്പവീഞ്ഞുകളെ നിൻ ശരീരം അൾത്താരയിൽ തിരുമേശയിൽ നീ വിളങ്ങി, ഞങ്ങൾക്കായി യാഗമായി നിൻ ശരീരം എന്നും പറഞ്ഞ് 5-8 വരി തന്നു. എല്ലാം ചിലപ്പോൾ 5-8 ഒരു ചാൻസൊക്കെ തരുത്തുള്ളൂ. പിന്നെ സിനിമയിലുള്ളവർ അവർ ഡയറക്ടർമാർ പറയുന്നത് പോലെ ഒരു ക്ലൈമാക്സ് ഉണ്ടായിട്ട് വേണം ഇതൊന്നും നിർത്താൻ എന്ന് പറഞ്ഞ പോലെ മിക്കവാറും പാട്ട് ഒരു 5-8 വരി തരും. പിന്നെ അടുത്തൊരു ചാൻസോടെ വേണം. ഞാനെന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടിയൊക്കെയാണ്. അങ്ങനെ ഞാൻ അതിങ്ങനെ ക്യാച്ച് ചെയ്തു. ഇപ്പോൾ 2 വർഷമായതാണ്. അപ്പോൾ ലാസ്റ്റ് സ്റ്റൺസ് ആയപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം എനിക്ക് റെഫറൻസ് നോക്കാൻ പോലും സമയം കിട്ടില്ല. ഭയങ്കര തിരക്കാണ് എപ്പോഴും. 2 മണിയായി ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇന്നും കർത്താവ് പാട്ട് തന്നു. 2 മണി ജോലി കഴിഞ്ഞ് വീടൊന്ന് തുടയ്ക്കാൻ മോപ്പും ബക്കറ്റും എടുത്തുകൊണ്ട് വരുമ്പം കർത്താവ് ഒരു പാട്ട് തന്നു. ഒരു 3-4 വരി തന്നു. എന്നെ കരുതുന്ന ദൈവം, പുലർത്തുന്ന ദൈവം എന്നൊക്കെ പറഞ്ഞ് ഞാനില്ല പശു പുല്ല് നേരെ കടിച്ചു മുറിച്ചങ്ങ് വിഴുങ്ങി. കാരണം സമയമില്ല. 4 വരി അത് കടിച്ചു മുറിച്ചങ്ങ് വിഴുങ്ങി. നീ റീസൈക്കിൾ ചെയ്ത് റീബിൽഡ് ചെയ്ത് എപ്പോഴേലും ബാക്കി കംപ്ലീറ്റ് ചെയ്യണം. ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. ഒരുപാട് പാട്ടുകൾ കംപ്ലീറ്റ് ചെയ്യാൻ കിടക്കുന്നു. സമയം അന്ന് വളരെ കുറവ്. ഭയങ്കര തിരക്കാണ് എപ്പോഴും. തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ്. അങ്ങനെ വലിയ സുഹൃത്തുക്കളൊന്നുമില്ല. 2-3 സുഹൃത്തുക്കളേ ഉള്ളൂ. അതൊക്കെ ലൈഫ് ലോങ് ആണ്, ആണായാലും പെണ്ണായാലും. എപ്പോഴും വലിയ തിരക്കാണ്. അങ്ങനെ ഫോൺ ചെയ്ത സമയങ്ങളതിനൊന്നും എനിക്ക് പറ്റത്തില്ല. അല്ല ഞാൻ പറയുക, വീട്ടിലെ ജോലിയെല്ലാം നല്ല വെടിപ്പായിട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അപ്പം പിന്നെ ഇപ്പം തന്നെ സമയം 5 മണിയായി. അപ്പം നമുക്ക് രാത്രി 1 മണിയായപ്പോൾ കർത്താവ് തന്ന ആ സോങ് ഒന്ന് കേട്ടാലോ. അപ്പം എൻ്റെ ലാസ്റ്റ് സൺസെറ്റ് ഞാൻ റെഡിയാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ യോഹന്നാൻ്റെ സുവിശേഷമാണെന്ന് തോന്നുന്നു. അന്ന് എനിക്ക് ഡൗട്ട്, അത് ഞാൻ നോക്കിയില്ല, എനിക്ക് സമയമില്ലായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടെ കാരണം ഈ എൻ പിതാവിൻ രാജ്യത്തിൽ നിങ്ങളോടൊപ്പം കുടിക്കും വരെയും ഈ മുന്തിരിയുടെ അനുഭവത്തിൽ ഞാൻ കുടിക്കുകയില്ല. അതാണ് ലാസ്റ്റ് സൺസെറ്റ് ഞാൻ എഴുതി ചേർത്തതാണ്. അപ്പം നമുക്ക് കേൾക്കാൻ സമയം ഒട്ടും കളയണ്ട. അപ്പവീഞ്ഞുകളായ നിൻ ശരീരം അൾത്താരയിൽ തിരുമേശയിൽ നീ വിളങ്ങി, ഞങ്ങൾക്കായി യാഗമായി നിൻ ശരീരം ഇന്ന് എന്നെ യാഗമാക്കുവാൻ ഞാൻ എന്നെ തന്നെ ഒരുക്കുന്നു. അപ്പവീഞ്ഞുകളായ നിൻ ശരീരം അൾത്താരയിൽ തിരുമേശയിൽ നീ വിളങ്ങി, ഞങ്ങൾക്കായി യാഗമായി നിൻ ശരീരം ഇന്ന് എന്നെ യാഗമാക്കുവാൻ ഞാൻ എന്നെ തന്നെ ഒരുക്കുന്നു. കാൽവറിയിൽ ചിന്തിയ നിൻ തിരു രക്തത്തുള്ളികൾ എൻ ഹൃദയധമനികളിൽ വന്നു പതിച്ചു. ഇന്നേത് പ്രതിസന്ധിയിലും പതറാതെ നിൽക്കുവാൻ ധൈര്യം നൽകുന്നു നിൻ രക്തത്തുള്ളികൾ. കാൽവറിയിൽ ചിന്തിയ നിൻ തിരു രക്തത്തുള്ളികൾ എൻ ഹൃദയധമനികളിൽ വന്നു പതിച്ചു. ഇന്നേത് പ്രതിസന്ധിയിലും പതറാതെ നിൽക്കുവാൻ ധൈര്യം നൽകുന്നു നിൻ തിരു രക്തത്തുള്ളികൾ. അപ്പവീഞ്ഞുകളായ നിൻ ശരീരം അൾത്താരയിൽ തിരുമേശയിൽ നീ വിളങ്ങി, ഞങ്ങൾക്കായി യാഗമായി നിൻ ശരീരം ഇന്ന് എന്നെ യാഗമാക്കുവാൻ ഞാൻ എന്നെ തന്നെ ഒരുക്കുന്നു.
എൻ പിതാവിൻ രാജ്യത്തിൽ നിങ്ങളോടൊപ്പം കുടിക്കും വരെയും ഈ മുന്തിരിയുടെ അനുഭവത്തിൽ നിന്ന് കുടിക്കയില്ലെന്നരുളിയ നാഥ. നിൻ പിതാവിൻ രാജ്യത്തിൽ നിന്നോടൊപ്പം കുടിക്കുവാൻ ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കണമേ. എൻ പിതാവിൻ രാജ്യത്തിൽ നിങ്ങളോടൊപ്പം കുടിക്കും വരെ ഈ മുന്തിരിയുടെ അനുഭവത്തിൽ നിന്ന് കുടിക്കയില്ലെന്നരുളിയ നാഥ. നിൻ പിതാവിൻ രാജ്യത്തിൽ നിന്നോടൊപ്പം കുടിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അപ്പവീഞ്ഞുകളായ നിൻ ശരീരം അൾത്താരയിൽ തിരുമേശയിൽ നീ വിളങ്ങി. ഞങ്ങൾക്ക് യാഗമായി നിൻ ശരീരം ഇന്ന് എന്നെ യാഗമാക്കുവാൻ ഞാൻ എന്നെ തന്നെ ഒരുക്കുന്നു. അപ്പവീഞ്ഞുകളായ നിൻ ശരീരം അൾത്താരയിൽ തിരുമേശയിൽ നീ വിളങ്ങി. ഞങ്ങൾക്ക് യാഗമായി നിൻ ശരീരം ഇന്ന് എന്നെ യാഗമാക്കുവാൻ ഞാൻ എന്നെ തന്നെ ഒരുക്കുന്നു. താങ്ക് യു.